യുക്രൈനിലെ യുദ്ധക്കളത്തിൽ 15 ഇന്ത്യക്കാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായുള്ള പത്രവാർത്തകൾക്ക് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ സൈന്യത്തിലേക്ക് അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചതോടെയാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ പൗരന്മാർ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇതിന്റെ അപകടസാധ്യതകളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും അപകടസാധ്യതകളെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളതുമാണ്. റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ശക്തമായി അഭ്യർത്ഥിക്കുകയാണ്, വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2022 മുതൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. 2024 ഓഗസ്റ്റ് 10 ഡൽഹിയിലെ റഷ്യൻ എംബസി ഇന്ത്യക്കാരെ ഇനി റിക്രൂട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥി വിസകളിലോ സന്ദർശക വിസകളിലോ റഷ്യയിലേക്ക് പോയ ഇന്ത്യക്കാരാണ് സൈന്യത്തിൽ ചേർന്ന യുക്രൈൻ യുദ്ധമുഖത്ത് ഉള്ളതെന്നാണ് വിവരം. 2024 ജൂലൈയിൽ മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇതോടെയാണ് എംബസി അധികൃതരുടെ ഉറപ്പു ലഭിച്ചത്. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ സർക്കാർ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. 127 ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം ഈ വർഷം ആദ്യം പാർലമെന്റിൽ അറിയിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെ പ്രൊഫഷണലുകളെ രാജ്യത്തെത്തിക്കാൻ ചൈനയുടെ ശ്രമം. ചൈനയുടെ വിസ പദ്ധതിയിലൂടെയാണ് ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കായി ചൈന വാതിൽ തുറക്കുന്നത്. ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം. ഒക്ടോബർ 1 മുതൽ വിസ പദ്ധതിക്ക് ചൈന തുടക്കം കുറിക്കുകയാണ്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത്. ഈ മേഖലകളിൽ US തുടരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ചൈനയിൽ ഇത്തരത്തിൽ നിരവധി വിസകളുണ്ട്. ജോലിക്ക് Z വിസ, പഠനത്തിന് X വിസ, ബിസിനസ്സിന് M വിസ, ടൂറിസത്തിന് L വിസ, പ്രതിഭകൾക്കുള്ള R വിസ എന്നിവയാണിത്. ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ 1 മുതൽ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നു. ഗാസ സിറ്റി വലഞ്ഞ ഇസ്രയേൽ സൈന്യം അടുത്തഘട്ട ആക്രമണത്തിനൊരുങ്ങവേ രക്ഷ തേടി ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ പലായനം തുടർന്നു. ഇന്നലെ ഗാസയിൽ എങ്ങും ഇസ്രയേൽ ആക്രമണങ്ങളിൽ 39 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ കുട്ടിയടക്കം 7 പലസ്തീൻകാർ പട്ടിണി മൂലം മരിച്ചു. ഇതോടെ പട്ടിണി മരണം 142 കുട്ടികളടക്കം 411 ഉയർന്നു. ഓൾസോ റീഡ്, ചാർലി കർക്കിന്റെ കൊലപാതകം പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട FBI, മരണാനന്തര ബഹുമതി പ്രഖ്യാപിച്ച് ട്രംപ്. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ ഇസ്രയേൽ ആക്രമിച്ചെങ്കിലും വെടിനിർത്തലിനുള്ള പലസ്തീൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇസ്രയേൽ സേന പിന്മാറ്റം, ബന്ധുക്കൾക്ക് കൈമാറ്റത്തിന് പലസ്തീൻ തടവുകാരെ വിട്ടയക്കൽ, മാനുഷിക സഹായം എത്തിക്കൽ തുടങ്ങിയ വ്യവസ്ഥകളാണ് മുന്നോട്ടുവെക്കുന്നതെന്നും ഹമാസ് വക്താവ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കി സർക്കാർ വിഷൻ 2031ന്റെ ഭാഗമായി ഒക്ടോബർ 11 ഫോർട്ട് കൊച്ചിയിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. 27 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. 2031 കേരളം എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ ആശയങ്ങൾ ശേഖരിക്കാൻ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് 33 സെമിനാറുകളാണ് ഒക്ടോബറിൽ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഫോർട്ട് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ന്യൂനപക്ഷകാര്യ ക്ഷേമ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഗമത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചുവെന്നും സെമിനാറിൽ 10 വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി സെമിനാറിൽ വിശദീകരിക്കും. ബുദ്ധ, ജൈന വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവിൽ വിഷൻ 31ലെ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 21 ദിവസമായി ആയുർവേദ ചികിത്സ തുടങ്ങിയിട്ട് ഒരു ദിവസം തിരുമ്മലും കിഴിയുമൊക്കെയായി 1500 രൂപ വേണം. ഓട്ടയ്ക്ക് പോയി വരാൻ 400 രൂപ. പിന്നെ 3 ദിവസം കൂടുമ്പോൾ കഷായവും മറ്റു മരുന്നുകളൊക്കെ വാങ്ങണം. അവിടെ കിടന്ന് ചികിത്സിക്കാനാണെങ്കിൽ ദിവസം 5000-6000 രൂപയാകുമെന്നതുകൊണ്ടാണ് പോയി വരുന്നത്. യാത്രയിൽ കഴുത്തു കുലുങ്ങുകയൊക്കെ ചെയ്യും.
പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് ആശുപത്രിയിൽ പോയി മടങ്ങി വന്ന ശേഷം അമൽ ആന്റണി 35 പറഞ്ഞു. മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ച മൂവാറ്റുപുഴ സ്വദേശി അമൽ ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. പോലീസാകട്ടെ അമൽ നൽകിയ പരാതിയിൽ FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പോലീസ് പറഞ്ഞതെന്നും അതുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് താനെന്നും അമൽ പറയുന്നു. അമലിനെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റൂറൽ SP-ക്ക് ഇതുവരെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകാനാണ് ശ്രമമെന്നാണ് മൂവാറ്റുപുഴ DYSP പറയുന്നത്. ആശുപത്രിയിൽ പോയി വന്നാൽ കുറച്ചു സമയത്തേക്ക് വേദനയ്ക്ക് കുറവുണ്ട്. എന്നാൽ രാത്രിയൊന്നും കിടക്കാൻ പറ്റില്ല. വല്ലാതെ വേദനയെടുക്കും. കഴുത്ത് ഒരു ഭാഗം ചരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല. സ്വർണം പണയം വെച്ചും കടം വാങ്ങിയുമൊക്കെയാണ് ഇതുവരെയുള്ള ചെലവുകൾ നടന്നത് എന്നും മർദ്ദനമേറ്റതിന് ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ച് അമൽ പറയുന്നത് ഇങ്ങനെ. വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നിടത്തു നിന്ന് റോട്ടിലൂടെ വലിച്ചിഴച്ചാണ് അമലിനെ കൊണ്ടുപോയത്. അപ്പോൾ കാലിനേറ്റ മുറിവുകൾ കരിഞ്ഞു തുടങ്ങി. FIR രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിന്റെയും കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട് അമലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയിരുന്നു. എന്നാൽ കോടതിയെ സമീപിക്കാനായിരുന്നു അമ്മയോട് പോലീസ് പറഞ്ഞതെന്ന് അമൽ പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ എല്ലാ വിവരങ്ങളും അടക്കം കോടതിയെ സമീപിക്കുമെന്നും അമൽ പറഞ്ഞു. അമൽ റൂറൽ SP-ക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീണ്ടുപോവുകയാണ്. അമലിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുത്തുവെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി മൊഴിയെടുക്കാനുണ്ടെന്നുമാണ് റിപ്പോർട്ട് വൈകുന്നതിന് കാരണമായി പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിക്കും DGP-ക്കും മനുഷ്യാവകാശ കമ്മീഷനുമടക്കം അമൽ പരാതി നൽകിയിട്ടുണ്ട്. അമലിനെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങളാണ് വിവരാവകാശ പ്രകാരം അമൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മാസം 12-നാണ് മടത്തിക്കുടിയിൽ അമൽ ആന്റണിയെ മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചത്. നഗരത്തിലെ ഒരു കടയിൽ നിന്ന് കാണാതായ ബാറ്ററി അമൽ മോഷ്ടിച്ചു വിറ്റു എന്നാരോപിച്ച് 6-അംഗ പോലീസ് സംഘം വീട്ടിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. സ്റ്റേഷനിലേക്കുള്ള ഈ യാത്രയ്ക്കിടെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അമൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അമൽ വിറ്റത് സ്വന്തം ബാറ്ററിയായിരുന്നു. മോഷണം പോയ ബാറ്ററിയുടെ ബില്ലുമായി കടയുടമ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ആളുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസിന് വ്യക്തമായതും അമ്മയ്ക്കൊപ്പം അമലിനെ പറഞ്ഞുവിടുന്നതും. ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദിൽ സുരക്ഷാസേന 10 മാവോയിസ്റ്റുകളെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന മാവോയിസ്റ്റ് കമാൻഡർ മോദേം ബാലകൃഷ്ണൻ ഉൾപ്പെടുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന നേതാവാണ് CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മോദേം ബാലകൃഷ്ണൻ. മൈൻപൂർ പോലീസ് സ്റ്റേഷനു കീഴിലെ വനമേഖലയിലാണ് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടിയതെന്ന് റായ്പൂർ റേഞ്ച് IG അമരേഷ് മിശ്ര പറഞ്ഞു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, കോബ്ര, സംസ്ഥാന പോലീസ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റ് കന്തമാൾ ഖാലഹന്തി ബൗദ്ധ് മായഗാഡ് വിഭാഗത്തെ നയിച്ചിരുന്നയാളാണ് മോദേം ബാലകൃഷ്ണൻ. തെലങ്കാനയിലെ വാറാങ്കൽ ജില്ലയിലാണ് ബാലകൃഷ്ണൻ ജനിച്ചത്. ബാളണ്ണ, രാമചന്ദർ, ഭാസ്കർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ CPI മാവോയിസ്റ്റിന്റെ ഒഡീഷ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 80കളിലാണ് ബാലകൃഷ്ണൻ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുന്നത്. 10 പേരെ വധിച്ചതുകൂടാതെ 26 പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ബുധനാഴ്ച മാരായൺപൂർ ജില്ലയിൽ 16 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. പൊള്ളയായ മാവോയിസ്റ്റ് ആശയങ്ങളിലും നിഷ്കളങ്കരായ ആദിവാസികളോട് അവർ ചെയ്യുന്ന ക്രൂരതകളിലും നിരാശരായാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതെന്ന് നാരായൺപൂർ പോലീസ് സൂപ്രണ്ട് റോബിൻസൺ കുരിയ പറഞ്ഞു. തലയ്ക്ക് 8 ലക്ഷം രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റിനെ തൊവ്വ ഛത്തീസ്ഗഡിലെ കാങ്കേർ ജില്ലയിലാണ് ചൊവ്വാഴ്ച വധിച്ചത്.